അളിയാ. ആ ശ്രുതി, മനു, എന്തുകൊണ്ട്? ചേട്ടാ ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകണം, അപ്പോൾ എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. ഉള്ളത് നല്ലത് നോക്കി കൊടുക്കും. പിന്നെന്താ നോക്കാമല്ലോ. ഏതാ വേണ്ടേ? പീച്ച് വേണ്ട, പീച്ച് വേണ്ട. പീച്ച് എടുക്കടി. പീച്ച് അത് വേണ്ടെന്ന് പറയാൻ വന്നാ, പീച്ച് വേണ്ട. അളിയ മുസാൻ്റെ പൂ കളറുണ്ടോ? മുസാൻ്റെ ഒക്കെ ഔട്ടായില്ല അളിയ, വേറെ നോക്കാം നമുക്ക്. മെറൂൺ നോക്കിയാലോ? മെറൂൺ വേണ്ട. ചേട്ടാ അതെടുത്ത് ചേട്ടാ. ബ്ലാക്ക് അല്ല, അത് അതിൻ്റെ അപ്പുറത്തെ. അല്ല ബ്ലാക്ക് അതിൻ്റെ അപ്പുറത്തെ. അല്ലല്ല, അത് 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 ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. ഇത് നമ്മുടെ പുതിയ മോഡലാണ്, ഗുൽമോഹർ. ഇത് കൊള്ളാം കേട്ടോ, നല്ല മോഡലാണ്. ചേട്ടാ ഇതെടുത്തു ചേട്ടാ. എന്താ ചിരിക്കുന്നത്? എടാ അത് ശ്രുതിക്ക് ചേരത്തില്ലടാ. അല്ല എനിക്ക് കളർ നന്നായിട്ട് ചേരും. അല്ല അത് എക്സൽ അല്ലേ? ഇത് ശ്രുതിക്ക് ഡബിൾ എക്സൽ അല്ലേ ചേരത്തുള്ളൂ. എന്നൊരു കാര്യം ചെയ്ത് ഇതിന്റെ ഡബിൾ എക്സൽ ചേട്ടാ. ഇതിന്റെ ഡബിൾ എക്സൽ കാണത്തില്ല, നമുക്ക് വേറെ ബ്രാൻഡിൽ നോക്കാം. ആണോ? എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് അഴിച്ചുവിടാൻ എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അളിയ അഴിച്ചുവിടാൻ വല്ലതും ഉണ്ടോ? അഴിച്ചുവിടാനാന്ന് ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ പട്ടി അങ്ങനെ അഴിച്ചുവിടാൻ പറ്റത്തുള്ളൂ. അല്ല ഇപ്പൊ മെറ്റീരിയൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സൈഡ് രണ്ടും അഴിച്ചുവിടാം. ഇപ്പൊ സൈഡ് രണ്ട് കീറി കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. അത് മതിയോ? അപ്പൊ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചേട്ടാ. വേറെ മാർഗം ശ്രുതി വണ്ണം കുറച്ചാൽ മതി. അല്ല ഇപ്പൊ ഇതിലിപ്പോ വേറെ എന്ത് മാർഗമുള്ളത്? എനിക്ക് പറ്റിയ വേറെ ബ്രാൻഡുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിനിപ്പോ ശ്രുതിക്ക് ഇവിടെ ചേരുന്നത് മാക്സിയേ ഉള്ളൂ. മാക്സി നോക്കിയാലോ? എടാ കല്യാണത്തിന് വന്നേ എടുക്കാം. മാക്സി ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോകാൻ പറ്റത്തില്ലല്ലോ. ചേരുന്നാലും എനിക്ക് തരാൻ പറ്റൂ. വണ്ണം കുറയ്ക്ക്. ഇപ്പൊ എത്ര കിലോ ഉണ്ട്? എന്തുവാടാ നീ ചെല്ലിപ്പോ. ഇപ്പൊ എത്ര കിലോ ഉണ്ട്? എത്ര കിലോ ഉണ്ടത്? തൊണ്ണൂറ് കിലോയ്ക്ക് 5 ഗ്രാമിൻ്റെ കുറവേ ഉള്ളൂ കേട്ടല്ലോ. അത് പോകുന്ന വഴിക്കൊരു പാനിപ്പൂരി അങ്ങ് മേടിച്ചു വിടും, അങ്ങ് ഫില്ലാവട്ടെ. ചേരാ തോണി ഞാൻ അവിടെ നിന്ന് എടുത്ത് നോക്കുക. ഓ എണ്ണം കുറയ്ക്കാൻ നോക്ക്. ഓ ചേരുന്നാലും എനിക്ക് തരാൻ പറ്റൂ. വണ്ണം കുറയ്ക്ക്. ഇപ്പം എത്ര കിലോ ഉണ്ട്? നീ എന്തെടുക്കും? എന്താലോചിച്ചോണ്ടിരിക്കും? എനിക്ക് വണ്ണം കുറയ്ക്കണം. തുടങ്ങി. കടയിൽ അവൻ പറയുന്നത് കേട്ടിട്ടാണ് നിനക്ക് വണ്ണം കുറയ്ക്കണമെന്ന് പറയുന്നത്. എടീ കൊച്ചെ, അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. ആരെ കണ്ടാലും അവൻ്റെ പരിപാടിയാണ്. എന്തുമായാലും എൻ്റെ സൈസ് ലാർജ് ആയിരുന്നെങ്കിൽ അവനെ കളിയാക്കത്തില്ലായിരുന്നല്ലോ. എക്സൽ ആയിരുന്നെങ്കിൽ കളിയാക്കത്തില്ല, ഡബിൾ എക്സൽ ആയിപ്പോയി. അതുകൊണ്ടല്ലേ എന്നെ കളിയാക്കിയത്. അതുകൊണ്ട് എൻ്റെ സൈസ് ലാർജോ മീഡിയോ ആക്കണം. എടി എനിക്ക് നിന്നെ കണ്ടിട്ട് വലിയ വണ്ണം ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ നാട്ടുകാർക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. നീ എന്തോ ചെയ്യാനാ പ്ലാൻ? നിങ്ങൾ എനിക്കൊരു ഡയറ്റ് പറഞ്ഞു തന്നാൽ മതി, കൂടെ വർക്കൗട്ടും. പണ്ട് ജിമ്മിലൊക്കെ പോയിട്ടില്ലയോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പറ്റും, അവളെ കൊണ്ടും പറ്റും, എന്നെ കൊണ്ടും പറ്റും. അമ്മ എന്തോ അമ്മേ പറയുന്നേ? എടാ മോനെ, ഞാൻ PT ഉഷയുടെ കൂടെ ഓടിയവളാ. PT ഉഷ ട്രെയിൻ ചെയ്യിച്ചവളാ ഞാൻ. അവളെയും ട്രെയിൻ ചെയ്യിക്കാൻ എനിക്കറിയാം. അവളിവൾ ചെയ്യിക്കും ഞാൻ. ആരോഗ്യമില്ലാത്തൊരു ശരീരം എനിക്കുള്ളതെങ്കിലും ആരോഗ്യമുള്ളൊരു മനസ്സെനിക്കുണ്ട്. പക്ഷേ അവൾക്ക് ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്. അത് വെച്ച് ഞാൻ അവളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. മോളെ കളിയാക്കിയ കടക്കാരൻ്റെ കടയിൽ തന്നെ ചെന്ന് മോക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അമ്മ എടുപ്പിക്കും. അതുകൊണ്ട് നാളെ മുതൽ നമ്മൾ ഡയറ്റ് ആരംഭിക്കും. അയ്യോ അമ്മ, ഇന്ന് തൊട്ടായാലും എന്താ? നാളെ ആട്ടോ മോളെ, നിശ്ചി ബീഫ് കറി വെച്ചിട്ടുണ്ട് മോളെ. അപ്പോൾ അത് തീർക്കണ്ടായോ? നാളെ നമുക്ക് നാളെ ഡയറ്റ് എടുക്കാൻ നടക്കുന്ന കുനിഞ്ഞൊരു കുപ്പയെടുക്കാൻ വയ്യാത്തവളാ ഡയറ്റും കൊണ്ട് നടക്കുന്നത്. നീ നോക്കിക്കോ, ഈ സുമതി ആരാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഭഗവാനെ, PT ഉഷ അറിയല്ലേ? അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡ് റെഡി, ഫുഡ് റെഡി, ഫുഡ് റെഡി, ഫുഡ് റെഡി. നമ്മളിന്ന് ഡയറ്റാണെന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ. റെഡിയാണോ? നമ്മൾ തുറന്നോ. അത് ബദാം പരിപ്പ്, കുതിർത്ത ബദാം പരിപ്പാ മോളെ. തമാശയൊന്നുമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ 2 ബദാമും കഴിച്ചോണ്ട് PT-യോടെ ഓട്ടം. എനിക്ക് അത്രയൊന്നും ഓടണ്ടാവേ, ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി. ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ കിട്ടിയാലും നന്നായിരുന്നു. വണ്ണം കുറയ്ക്കണോ? അല്ല അവനോട് പ്രതികാരം വീട്ടണോ? എന്നാ കഴിക്കേ.
അമ്മേ പാലൊന്നും ഇല്ലയോ അമ്മേ? പാല് കുടിക്കരുത് മോളെ, കട്ടൻ ചായ ഉണ്ട്. എന്നിട്ട് കട്ടൻ എന്ത് ചെയ്യേ? കട്ടൻ തായിരിക്കുന്ന എന്റെ കുട്ടനെ. അയ്യോ ഇതെന്തോ അമ്മ ഇങ്ങനെ മധുരം ഇട്ടിട്ടില്ലേ? ഡയറ്റ് അല്ലേ? ഇച്ചിരിയൊക്കെ ഇടാം. പറ്റത്തില്ല. അമ്മ നമുക്കേ ഈ ഡയറ്റ് അല്ലാതെ എക്സസൈസ് ഒന്നും ഇല്ലയോ? പിന്നെ എക്സസൈസ് ഉണ്ട്. നാളെ മുതൽ നമ്മള് എക്സസൈസ് വിത്ത് ഡയറ്റ്. പഞ്ചസാര ഇടാം. നോ ഡയറ്റ് വിത്ത് എക്സസൈസ്. എന്നാലും എന്തോ തേങ്ങ അറിയത്തില്ലയോ മോക്ക്? എന്തോ അമ്മ ചമ്മന്തി അരയ്ക്കാൻ പോവാന്നോ? അല്ല. പിന്നെ മോളിങ്ങോട്ട് വാ, അമ്മ പറഞ്ഞുതരാം. ഇവിടോട്ട് വന്നിരിക്ക. ഇരുന്നോ? ആ തേങ്ങ ഒന്ന് എടുത്തേ. ആ തേങ്ങ ഒന്ന് അവിടോട്ടൊന്ന് താത്ത് വെച്ചേ. എന്നിട്ട് തേങ്ങയുടെ തൊണ്ടൊന്ന് വലിച്ചു കീറിയേ. ഇത് സിമ്പിൾ അല്ലേ അമ്മേ? ഉരുണ്ടു പോവരുത്. അമ്മ ഇവിടെ ഒരു പിടുത്തം ഉണ്ടോ? വേദനയുണ്ടോ? പിടുത്തമുണ്ടോ? വിജയിച്ചു. നമ്മളിപ്പോ ചെയ്യുന്നതാണ് ചെസ്റ്റിനുള്ള വർക്കൗട്ട്. ഇതോ? ആ അമ്മ നമുക്ക് വല്ല ജിമ്മിലും പോയാ പോരായോ അമ്മേ? പോരാ, നമുക്ക് ജിമ്മിൽ പോയി തൂങ്ങുന്നത് പോലല്ല ഇത്. നമ്മുടെ സാധാരണക്കാരുടെ വർക്കൗട്ടാണിത്. നമുക്ക് പോവണ്ടേ? വണ്ണം കുറയ്ക്കണ്ടായോ? മോളെ നാണക്കെടുത്തി ആ കടക്കാരനോട് പകരം വീട്ടുണ്ടായോ? അപ്പൊ ഡെയിലി ഇതുപോലെ 6 തേങ്ങ വെച്ച് വലിച്ചു കീറണം. 6 തേങ്ങയോ? 6 തേങ്ങ. അത് മാത്രമല്ല ഒരു ബോണസും കൂടെ ഉണ്ട്. അത് ഈ തേങ്ങ എടുത്ത് ഇത് വലിച്ചിങ്ങോട്ട് കീറണം. കീറിയതിന് ശേഷം ഇതിനകത്തൊരു തേങ്ങ ഇരിപ്പുണ്ട്. ആ തേങ്ങ എടുത്ത് വെട്ടോത്തിയും കൊണ്ട് ഉന്നം നോക്കി എൻ്റെ മധ്യഭാഗത്ത് ഒറ്റ വെട്ട് കൊടുക്കണം. വെട്ടി അത് 2ആയിട്ടങ്ങ് പുലരും. ഇനിയാണ് ഫുൾ ബോഡി വർക്ക് ചെയ്യുന്നത്. ആ തേങ്ങ എടുത്ത് അത് ചിരവേ വെച്ച് ഇങ്ങനെ തിരുങ്ങുന്ന ഉടനെ മോളൊന്ന് കാണിച്ചേ. മോളൊന്നുകൂടെ കാണിച്ചേ. കണ്ടോ? ഫുൾ ബോഡി വർക്ക് ചെയ്യുന്ന കണ്ടോ? മൊത്തം ബോഡിയും കിടന്ന് കുലുങ്ങുന്ന കണ്ടോ? അതാണ്. ഇത് ഡെയിലി ഒരു 6 തേങ്ങ വെച്ചെങ്കിലും മോള് ചെയ്യണം. ഇത് 100 കലോറി എങ്കിലും കുറയും. 6 തേങ്ങയോ? ഈ തേങ്ങ വാങ്ങിക്കുന്ന പൈസ ഉണ്ടായിരുന്നെങ്കിൽ ജിമ്മിൽ കൊടുക്കായിരുന്നു. ഈ മോപ്പും കൊണ്ട് എന്തുവാ അമ്മേ? അതൊക്കെ ഉണ്ട്. തുടയ്ക്കാനാണെങ്കിൽ എനിക്ക് വയ്യ അമ്മേ. ദേഹം മൊത്തം വേദന എടുത്തിരിക്കുക. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പറയുന്നത് അതുപോലെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. വണ്ണം കുറയ്ക്കണോ? എന്നാ പറയുന്നത് പോലെ കേട്ടെങ്കിലേ പറ്റത്തുള്ളൂ. തുടക്കേ. അയ്യോ ഇങ്ങനല്ല തുടയ്ക്കുന്നത്. നടുക്ക് കുത്തു വച്ചേ. നിന്റെ നടുവിൽ കുത്താനല്ല പറഞ്ഞത്. ആ മോപ്പെടുത്ത് നടുക്കോട്ട് കുത്താനാ പറഞ്ഞത്. നിന്റെ നടുവിൽ കുത്താനല്ല പറഞ്ഞത്. ഇനി നിന്റെ ബാക്ക് പുറമോട്ടൊന്ന് തള്ളിക്കേ. ഇനി മുന്നോട്ട് തള്ളിക്കേ. നിന്റെ മുന്നോട്ടും തള്ളാനല്ല പറഞ്ഞ, മോപ്പ് മുന്നോട്ട് തള്ളാനാ പറഞ്ഞത്. മുന്നോട്ട്, പുറമോട്ട്, മുന്നോട്ട്, പുറമോട്ട്, മുന്നോട്ട്, പുറമോട്ട്. അമ്മ ഇവിടെ വേദനിക്കുന്ന അമ്മേ. അവിടെ മാത്രമേ ഉള്ളോ? ഇവിടെ. ഓ രക്ഷപ്പെട്ട്. മോളിനി പറക്കാൻ പോവാ. പറക്കാനോ? മനസ്സിലായില്ല മോളെ. ഇപ്പൊ ചെയ്തിട്ടുണ്ടല്ലോ വിങ്സിനുള്ള വർക്കൗട്ടാ. നാളെ മുതൽ മോള് പറക്കാൻ പോവാ. അല്ല അമ്മ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ PT ഉഷ ഇതുപോലെ തറയൊക്കെ തുടച്ചിട്ടാണോ വിങ്സ് ഉണ്ടാക്കിയേ? ദാണ്ട അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. പറഞ്ഞതങ്ങ് ചെയ്താൽ മതി. തൊട വലി, തൊട വലി, തൊട വലി. അമ്മേ ഇവിടെ എന്തോ അമ്മേ? നമ്മളിവിടെ എന്തിനാ വന്നേ? ഇവിടാണ് നമ്മൾ സ്കോട്ട് ചെയ്യുന്നേ. ഈ പറമ്പിലോ? ഈ പറമ്പില്. അതെങ്ങനെയാ? അതമ്മ പറഞ്ഞു തരാം. മോള് ഇരുന്നേ. ആ പുല്ലിച്ചിരി പറിച്ചേ. എഴുന്നേറ്റ് ഇരിക്കൂ. പറിക്കൂ. എഴുന്നേക്കൂ. ഇരിക്കൂ. പറിക്കൂ. എഴുന്നേൽക്കൂ.
ഇരിക്കൂ. പറിക്കൂ, എണീക്കൂ, ഇരിക്കൂ, പറിക്കൂ, എണീക്കൂ, ഇരിക്കൂ, പറിക്കൂ, എണീക്കൂ. അപ്പോൾ എല്ലാ ദിവസവും 15ന്റെ 3 സെറ്റ്. ഇവിടെ വന്നോ? വണ്ണം കുറയ്ക്കണ്ടേ? ആ അവന്റെ കടയിൽ പോയി തുണി എടുക്കണോ? എന്നാ വാ. എന്റെ പരിപ്പിളകി എനിക്ക് വയ്യ. ഇതൊന്ന് പിടിച്ചാട്ടെ. എന്താ ഈ തുണിയൊക്കെ? ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട്. ഈ തുണി കൊണ്ടോ? അതെ, നമ്മുടെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ വർക്കൗട്ടാണ്. തുണി കൊണ്ട് എന്തോ അമ്മേ? മോളായ കണ്ടോ? കണ്ടു. മോക്ക് കൈയെത്താൻ പറ്റുമോ? ഇല്ല, എനിക്ക് എത്തത്തില്ലമ്മേ. തുണി വിരിക്കാനപ്പം മോൾ എന്ത് ചെയ്യും? ഞാൻ എത്തിക്കുത്തി വിരിക്കും. അപ്പൊ അറിയാം. മോളൊന്ന് കാണിച്ചാട്ടെ. എത്തിക്കുത്ത്. വിരി താഴെ. എത്തിക്കുത്ത് 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 വിരി താഴെ. അമ്മേ, എനിക്ക് വേദന എടുക്കുന്നമ്മേ. എവിടെ വേദനിക്കുന്നേ? കാലിന്റെ പുറകില്. യെസ്, വിജയിച്ചു. അതാണ് സാധാരണക്കാരന്റെ കാഫിനുള്ള വർക്കൗട്ട്. ഇതോ കാഫിനോ? അപ്പൊ ഇതും 15ന്റെ 3 സെറ്റ്. ദിവസവോ? അതെ, കം ഓൺ. ഇതെന്തോ അമ്മേ ഇത്? വെള്ളം നിറച്ച 2 ബക്കറ്റ് കയ്യിലെടുത്ത് തന്നേക്കുന്നേ. ഇതാണ് നമ്മുടെ പുതിയ വർക്കൗട്ട്. ഇതോ? മോള് ഡയറ്റിലല്ലേ? മോക്ക് ബീഫ് തരട്ടെ, മട്ടൻ തരട്ടെ, ഐസ്ക്രീം ഇച്ചിരി തരട്ടെ, മുട്ടായി നല്ല ചോക്ലേറ്റ് ഉണ്ട് തരട്ടെ, മധുരമുള്ള ചോക്ലേറ്റ്, എണ്ണ പലഹാരം. അപ്പൊ ഇച്ചിരി മധുരം കൂട്ടിയിട്ട് വെള്ളം തന്നാലോ? അമ്മേ, വേദനിക്കുന്നമ്മേ. എവിടെ വേദനിക്കുന്നേ? ഈ ഷോൾഡറിന്. വിജയിച്ചു മോളെ. നമ്മളിപ്പോ ചെയ്തതാണ് ഷോൾഡറിനുള്ള വർക്ക്. ഇതോ? അതെ. അപ്പൊ ഈ വാച്ച് എന്തിനാ അമ്മേ? അമ്മ പറഞ്ഞു തരാം. മോടെ വലത്തെ കയ്യിൽ എന്തോ ആയി സമയം? 3 മണി. ഇടത്തെ കയ്യിൽ എന്തോ ആയി സമയം? 3 മണി. വലത്തെ കയ്യിൽ എന്തോ ആയി സമയം? 3 മണി. ഇടത്തെ കയ്യിൽ എന്തോ ആയി സമയം? 3 മണി. വലത്തെ കയ്യിലോ? 3 മണി. ഇടത്ത് കയ്യിലെ? 3 മണി. വലത്ത് കയ്യിലെ? 3 മണി. ഇടത്ത് കയ്യിലെ? അമ്മേ, എനിക്ക് കൈ വേദനിക്കുന്നമ്മേ. എവിടെ? ദാ ഇവിടെ. വിജയിച്ചു. ഇതാണ് മക്കളെ സാധാരണക്കാരന്റെ ബൈസിനുള്ള വർക്കൗട്ട്. ഇത് ദിവസവും 15ന്റെ 3 സെറ്റ് ചെയ്യണം. അമ്മേ, എനിക്ക് ഒന്നാമത് ദേഹം മൊത്തം വേദന എടുക്കും. അതിൻ്റെ കൂടെ തുണിയും കൂടെ കഴുകാൻ വയ്യ അമ്മേ. അത് മോളോട് ആര് പറഞ്ഞു കഴുകാനേ? പിന്നെ പിഴിഞ്ഞാ മതി. പിഴിയാനോ? തുണി എടുത്തിട്ട് മുറുക്കെ പിഴിഞ്ഞാട്ടെ. ബാക്കിലോട്ടൊന്ന് തള്ളി നിന്നാട്ടെ. നിന്നിട്ട് മുറുക്കി ഇങ്ങനെ പിഴിഞ്ഞാട്ടെ. ഒന്നുകൂടെ മുറുക്കി പിഴിഞ്ഞാട്ടെ. ഒന്നുകൂടെ മുറുക്കി പിഴിഞ്ഞാട്ടെ. ഞെരുക്കി ഒന്ന് പിഴിഞ്ഞാട്ടെ. ഇങ്ങനെ ഞെരുക്കി പിഴി. ഞെരുക്കി. അമ്മ വേദനിക്കുന്നമ്മേ. എവിടെ? ഇവിടെ. യെസ്, വിജയിച്ചു. ദിസ് ഈസ് എ വർക്കൗട്ട് ഫോർ ട്രൈസ്. ട്രൈസിന്റെ വർക്കൗട്ടോ? ഇതോ? മറക്കണ്ട, 15 വെച്ച് 3 സെറ്റ്. അപ്പൊ എന്നും ഞാൻ തുണി കഴുകണോ? അമ്മേ, അമ്മ പുല്ലിയെത്താൻ ആള് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. അമ്മ ഫോണിലൊന്ന് വിളിച്ചേ. അതെന്തിനാണ് വേറെ ഒരാളെ വിളിക്കുന്നേ? പിന്നെ ആര് ചെയ്യും അമ്മ ഇത്? മോളെ, ആരാമേ പോയത്? എന്തോ Q3? ഇരിക്കൂ, പറിക്കൂ, എണീക്കൂ, ഇരിക്കൂ, പറിക്കൂ, എണീക്കൂ, ഇരിക്കൂ, പറിക്കൂ, എഴുന്നേക്കൂ. മതിയാക്കൂ, മതിയാക്കൂ. എടാ, എത്ര പേരുണ്ട് നിങ്ങൾ? അമ്മ അമ്മ എത്രയോ? ശരി ശരി. അമ്മേ, എൻ്റെ കൂട്ടുകാരന്മാർ ഇങ്ങോട്ട് വരുന്നു. അതാണ് ഇതിനെ മഴ പെയ്ത് ഇവിടെ എല്ലാം ചെളി കയറി കിടക്കുക. വത്സലാമ്മയോട് തുടയ്ക്കാൻ പറഞ്ഞു എന്ന്. വത്സലാമ്മ പോയിട്ട്
പിന്നെ ഇതാരാ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്? അതിനിപ്പോ പ്രത്യേകിച്ച് അമലിനെ വിളിക്കണോ? മോളെ ആ ഇഞ്ചി ഇട്ടൊന്ന് പറത്തിയേ. രാമ 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 പാഹി മാം രാം. അമ്മ ഞാൻ ഉച്ചയ്ക്ക് പോലും ആഹാരം കഴിച്ചില്ല. എനിക്ക് ചമ്മന്തി കൂട്ടി ഇച്ചിരി ചോറ് താമേ. മോനെ അതിന് തേങ്ങ പൊതിച്ചതില്ല മോനെ. ഓ ഞാൻ പൊതിച്ചു തരാം. അമ്മ ഇങ്ങോട്ട് വാ. അതിന് നീ എന്തിനാ പൊതിക്കുന്നേ? പിന്നെ ആര് പൊതിക്കും? മോളെ ചെറ്റേ. രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. TV ഓൺ ആവുന്നില്ലല്ലോ. അമ്മേ ഓ ആ തുണിയുടെ കൂട്ടിൽ ഇത് നനഞ്ഞിരിക്കും. മോനെ അത് മഴയൊക്കെ ആയതുകൊണ്ടാ മോനെ ഉണങ്ങാത്തെ. ഇപ്പൊ നല്ല വെയിലുണ്ടല്ലോ. എന്നാ കൊണ്ടുവിരിക്കും. ഞാൻ കൊണ്ടുവരിക്കാനോ? പിന്നെ മോളെ ഇത് വെയിറ്റ് കുറഞ്ഞു ഇവളെന്തോ പറക്കുവാന്നോ? പറവയോ? നോക്ക് മോളെ, ഇനി മോളെ തൂക്കം കയറി നോക്കാം. ഞാൻ പറഞ്ഞല്ലോ മോനെ. അമ്മേ എടി നിന്റെ വെയിറ്റ് കുറഞ്ഞ നീ കണ്ടോ? കണ്ടോ? ഇപ്പൊ അവന്റെ കടയിൽ പോണം. അവന്റെ കടയിൽ പോയി കാണിച്ചു കൊടുക്കണം. നീ വെയിറ്റ് കുറച്ചെന്ന് ഡയറ്റ് ചെയ്തെന്ന് എല്ലാം അവൻ അറിയണം. ഒരു പെണ്ണ് വിചാരിച്ച് ഇതൊക്കെ നടക്കുമെന്ന് അറിയണോടി. നീ വാ, ഇപ്പൊ അവന്റെ കടയിൽ പോയി ഡ്രസ് എടുക്കാം. നീ വാ. ചെല്ല് മോളെ ചെല്ല്. പ്രൗഡ് ഓഫ് മൈ അമ്മ. എന്റെ അമ്മയാണോ ഇത്? ബാഡി ചെല്ല് മോളെ ചെല്ല്. അളിയ മനു എന്തോണ്ട്? എടാ നമ്മുടെ പെണ്ണിന് ഡ്രസ്സ് വേണമല്ലോ. എന്നിട്ട് അവളെന്തി? അവള് വെളിയിൽ പോണ്ട്. ഇത് കയറാൻ പറ്റാത്തത്ര വണ്ണം പോയോ? എന്തുവാടാ അവള് തോ നിക്കുന്നു. നീ വേറെ കല്യാണം കഴിച്ച? ഇതെന്റെ ഭാര്യയാ. ഇച്ചിരി വണ്ണം ഉണ്ടെന്ന് വെച്ചാൽ ആ പെണ്ണിനെ ഡിവോഴ്സ് ചെയ്തോ? എടാ നിൽക്കുന്ന ശ്രുതിയാന്ന്. ആ പിന്നെ നിന്റെ ഭാര്യ ശ്രുതി എത്ര നാളുകൊണ്ട് ഞാൻ കാണുന്നതാ. എനിക്ക് കണ്ടാ മനസ്സിലാവത്തില്ലേ? ഒന്ന് പോയടാ എനിക്ക്. എടാ ശ്രുതിയാ നിൽക്കുന്നേന്ന്. നീ ആണിയേട്ടാ ഞാൻ തന്നെ ശ്രുതിയാ. ഡയറ്റൊക്കെ ചെയ്ത് വണ്ണം കുറച്ചതാ. ഇവക്ക് എന്താ പറ്റിയ? ഷുഗർ പിടിച്ച? ഷുഗർ? നീ എന്താ വർത്താനോടാ പറയുന്നത്? കഴിഞ്ഞ 6 മാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ നീ തന്നെ ഇല്ലയോ പറഞ്ഞത് ഭയങ്കര തടിയാ, വണ്ണം കുറച്ചിട്ട് ആവാൻ പോയി ഡ്രസ്സെല്ലാം ചേരുമെന്ന്? ആ മാനസിക വിഷമത്തിന് അവള് പോയി ഡയറ്റ് ചെയ്ത് തടി കുറച്ചിട്ട് വന്നയാ. ഇനിയിപ്പോൾ ഈ ഡ്രസ്സെല്ലാം ചേരുമല്ലോ. കൊടുക്കും. ആ അപ്പോൾ ഇയാൾ എടുത്ത് കൊടുക്ക്. ഇടി പാടി എടുത്ത്. ഒരു പ്രശ്നമുണ്ട് ശ്രുതിക്ക് ഇപ്പോഴേ സ്മാളാണ് പറ്റുന്നത്. എക്സ്ട്രാ സ്മാള് SS അതിവിടെ കിട്ടത്തില്ല. ഇവിടെ നല്ല ഈ പഞ്ചായത്തിലേ കിട്ടത്തില്ല. മോളെ ശ്രുതി ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് എന്ന് പറയുക. മോൾ ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ച് ഇച്ചിരി വണ്ണമൊക്കെ വെച്ചിട്ടെങ്കിൽ വാ. അപ്പോൾ ഇതിൽ ഏത് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ മതി, ഈ ചേട്ടൻ സെലക്ട് ചെയ്ത് തരാം. എന്താ പെണ്ണുങ്ങളാകുമ്പോൾ ഇച്ചിരി തടിമെടുക്കൊക്കെ വേണം. എടാ നീ എന്തോടെ ഇങ്ങനെ നോക്കുന്നത്? അത്രയ്ക്ക് ബുദ്ധിമുട്ടാകുന്നൊരു കാര്യം ചെയ്യും. ആ കിഡ്സിൻ്റെ ഷോറൂമിലെങ്ങനെ നോക്ക്. കിട്ടി. നീ നിന്നെ പോലെ കുറച്ച് മാറാത്ത സമൂഹം ഉണ്ടല്ലോ, ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലടാ. ആ ചോദിക്കാൻ വിട്ടോ. ഇപ്പം എത്ര കിലോ ഉണ്ട്?